Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കന്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ റെസിപ്പിയാണ്. ചിക്കന്റെ ടേസ്റ്റിൽ എങ്ങനെ മീൻ കഴിക്കുക എന്നുള്ളത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യമില്ല, പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതല്ലോ. നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ മീൻ ഉലർത്തിയത് ഉണ്ടാക്കുന്നത്. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ ആയതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, അധികം ബുദ്ധിമുട്ടുകളില്ല, അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറി റെസിപ്പിയാണ്. പിന്നെ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ നടത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് വരുന്ന ഗസ്റ്റിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ റെസിപ്പിയുമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ മാത്രമേ ഇത് മീനാണെന്നുള്ളത് അവർ മനസ്സിലാക്കുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ മീനാണെന്ന് മനസ്സിലാക്കിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മീൻ ഉലർത്തിയത് റെഡിയാക്കുക എന്ന് നോക്കാം. ഫിഷ് റോസ്റ്റ് അല്ലെങ്കിൽ മീൻ ഉലർത്തിയതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ മീനാണ്. ഇതുപോലെ കട്ടിയുള്ള മീനാണെങ്കിൽ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ റെസിപ്പി ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് തിക്നെസ് ഇല്ലാത്ത മീൻ വെച്ചിട്ട് ഈ റെസിപ്പി ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 സവോള. ഇത് പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമ്മൾ പൊടികൾ എടുത്തിരിക്കുന്നത് ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്, ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ആദ്യം നമ്മൾ ഈ മീനിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം നമുക്ക് മീനിലേക്ക് ഉപ്പ് ചേർക്കാം. മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ ഉപ്പ് ചേർക്കും. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആദ്യം നമ്മളിപ്പോൾ പൊടികൾ കുറച്ച് വീതമേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഫിഷ്. അപ്പോൾ കുറച്ച് പൊടി മതി. ബാക്കിയുള്ളത് നമുക്ക് ഗ്രേവി റെഡിയാക്കുമ്പോൾ ചേർക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കുറച്ച് ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി നമ്മൾ ഇപ്പോഴേ ചേർക്കുന്നുള്ളൂ, ഇനി ചേർക്കില്ല. ഇതിലേക്ക് നമുക്ക് പുളിക്കായിട്ട് ഒരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേര എന്ന് പറഞ്ഞ ഫിഷാണ്. അപ്പോൾ ഈ മീനാണെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നെയ്മീൻ പോലെയുള്ള മീനുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവില്ല. ഇതിപ്പോൾ വേഗം തന്നെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ് ഈ ഒരു ഫിഷ്. അപ്പോൾ ഈ ഒരു ഫിഷാണ് കിട്ടുന്നതെങ്കിൽ ഇത് എടുക്കാം. പക്ഷെ നമുക്ക് നെയ്മീനോ അതുപോലെ വേറെ തിക്നെസ് ഉള്ള മീനുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു റെസിപ്പി ചെയ്യാൻ. ഇതിലേക്ക് ഇനി ഈ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ. നമുക്കിത് 1/2 മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മിനിമം 20 മിനിറ്റെങ്കിലും വയ്ക്കാം. പിന്നെ കൂടുതൽ ടൈം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് പുളിയും ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചു വരും. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവോളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം, കട്ട് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചതച്ചാണ് ചേർക്കാൻ പോകുന്നത്. മീൻ മാരിനേറ്റ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ സമയത്ത് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്താലും മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വേഗം കരിഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ മീനിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ആ മസാലകളും എണ്ണയിലേക്ക് കരിഞ്ഞു പിടിക്കും. ഞാനിപ്പോൾ ഇത്തിരി വലിയ പാൻ ആയതുകൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മുഴുവനും ഇട്ട് കൊടുക്കുകയാണ്. മീനിൻ്റെ ഒരു സൈഡ് കുക്കായി വരുന്നതനുസരിച്ച് നമുക്ക് അടുത്ത സൈഡിലേക്കായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മീൻ പൊരിച്ചത് ചെയ്യുന്നത് പോലെ വല്ലാതെ അങ്ങ് കളർ ചേഞ്ച് ഒന്നും ആയിപ്പോണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫിഷ് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നെയ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്
നമ്മുടെ പാലപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ആ കറി. അപ്പോൾ അത് കാണാത്ത ആളുകൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കണം എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊന്നും പിഴിയണ്ട. അപ്പോൾ അതൊരു സൺഡേ ഒക്കെ ചെയ്യാൻ പറ്റിയ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ പിഴിയാൻ ടൈമുള്ള ദിവസങ്ങളിലാണ് ആ ഒരു മീൻകറി ട്രൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ആദ്യത്തെ റെസിപ്പിയൊക്കെ ഉണ്ടല്ലോ, പഴംപൊരി അതുപോലെയുള്ള ചില റെസിപ്പീസൊക്കെ ഉണ്ട്, പരിപ്പ് വട, അതൊക്കെ കാണാത്ത ആളുകൾ കാണാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഈ ഇമേജ് അല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, തംബ്നെയിലിൽ കാണുന്നതെന്ന് വിചാരിച്ചിട്ട് അത്ഭുതപ്പെടേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ആ ഇമേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പഴംപൊരിയുടെ ഇമേജൊക്കെ ചേഞ്ച് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴംപൊരിയുടെ വീഡിയോ ചെയ്ത ദിവസം എനിക്ക് കിട്ടിയ മൈദപ്പൊടി അത്ര നല്ല ബ്രാൻഡ് ആയിരുന്നില്ല. ഞാനിവിടെ സ്ഥിരം വാങ്ങിക്കാറുള്ളത് നല്ല ക്വാളിറ്റി മൈദപ്പൊടി, സ്ഥിരം ലുലുവിൽ നിന്നാണ് മൈദപ്പൊടി വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അന്ന് പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ ആ മൈദപ്പൊടി ഉണ്ടായിരുന്നില്ല, മൈദപ്പൊടി തീർന്നുപോയി. പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആ പഴംപൊരിയുടെ ഒരു ഫോൾട്ട് മനസ്സിലാക്കിയത്. നമുക്ക് ആ പഴംപൊരി കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. തംബ്നെയിൽ ഇപ്പോൾ കിടക്കുന്നത് പുതിയ പഴംപൊരിയുടെ ഫോട്ടോയാണ്. അന്ന് വീഡിയോയിൽ ചെയ്ത റെസിപ്പി തന്നെയാണ്, പക്ഷേ ഇമേജ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള മൈദപ്പൊടി തന്നെ യൂസ് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിക്ക് ടേസ്റ്റും ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ ആ കാണാൻ പഴംപൊരി കഴിക്കണം എന്ന് തോന്നുന്ന ആ ഒരു ഭംഗിയും വരുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. നമ്മളല്ലെങ്കിൽ വിചാരിക്കും ഈ പഴംപൊരിയൊക്കെ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ആവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ നല്ല സാധനം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്ക് ആ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മീൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ പീസിൻ്റെയും 4 സൈഡും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇടിയപ്പത്തിന് ഞാൻ ഏത് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, ഏത് അരിയാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഞാൻ ബ്രാൻഡ് നോക്കിയിട്ടല്ല വാങ്ങിച്ചത്, ക്വാളിറ്റി മാത്രം നോക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് ബ്രാൻഡിൻ്റെ പേര് അറിയില്ല. അപ്പോൾ ലുലുവിൽ നിന്ന് നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്ന അരിയാണത്, 10 കിലോ വാങ്ങിക്കുന്നത്. അപ്പോൾ ബ്രാൻഡിൻ്റെ പേര് ഇനി ഞാൻ പോകുമ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞു തരാം. എനിക്ക് ആ ബ്രാൻഡിൻ്റെ പേര് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ചില കാര്യങ്ങളിൽ ഞാൻ ബ്രാൻഡ് നോക്കാറുള്ളൂ. അപ്പോൾ മൈദപ്പൊടിയൊക്കെ വാങ്ങിക്കുന്നത് അത് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈദപ്പൊടിയാണ് വാങ്ങിക്കുന്നത്. അത് ലുലു മാളിൽ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ന്യൂക്ലിയസ് മാളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഗ്രീൻലാൻഡ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയല്ല. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, ആ ഒരു പാക്കിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ 2 ഗ്രീൻലാൻഡ് ഉണ്ട്. അതിൽ കവറിൽ പച്ച കളറിൽ എഴുതിയിട്ടുള്ള ഗ്രീൻലാൻഡാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ള മൈദപ്പൊടി. പൊടിയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പയറാണെങ്കിലും പരിപ്പാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സുഖിയൻ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയറില്ലേ, ആ ചെറുപയർ നമ്മളിപ്പോൾ നല്ല ചെറുപയറല്ല വാങ്ങിച്ചിട്ട് സുഖിയൻ ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ സുഖിയന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അത്ര പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല, സുഖിയൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ ആ ചെറുപയർ നല്ലതാണെങ്കിൽ മാത്രമേ സുഖിയന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ എല്ലാ റെസിപ്പിയിലും നമ്മൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ റെസിപ്പിക്കും ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു, ചെറുതായിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പീസുകളൊക്കെ കുറച്ച് വലുതാണ്, അപ്പോൾ അതൊന്ന് കുക്കായി വരാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങുക. പിന്നെ നമുക്ക് ഫ്രൈ ആയി വരാൻ സമയം എടുക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. പക്ഷേ ഇടയ്ക്കൊന്ന് കുറച്ച് കൊടുക്കണം, കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഒരു ഹാഫ് കുക്ക് ആയി കഴിഞ്ഞു. ഇത്ര മതി നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമ്മൾ ഗ്രേവി റെഡിയാക്കിയതിന് ശേഷം ഗ്രേവിയിൽ കിടന്നിട്ടാണ് മീൻ കുക്കായി വരുന്നത്. മീൻ കുക്ക് ചെയ്യാൻ ഇട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂട് എണ്ണയിലേക്ക് തന്നെയാണ് ഇനി നമ്മുടെ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു, നമ്മൾ ചിക്കൻ 65 ചെയ്തപ്പോൾ വീണ്ടും എണ്ണ റീയൂസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വീണ്ടും എണ്ണ റീയൂസ് ചെയ്യാനല്ല അന്ന് ഞാൻ ചെയ്തത്. എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ചട്ടി അപ്പുറത്തെ ബർണറിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടെണ്ണ ചൂടായ പാനിലേക്ക് തന്നെയാണ് ഒഴിച്ചത്. വീണ്ടും ചൂടാക്കുകയല്ല ചെയ്തത്, ചൂടെണ്ണയിലേക്കാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യല്ല, നമ്മൾ സെയിം ചൂടുള്ള എണ്ണയിലേക്കാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ
നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ എണ്ണയ്ക്ക് ചെറിയ ഉപ്പുണ്ടാവും. അപ്പോൾ സവോളയും പച്ചമുളകും ഒക്കെ കുക്കായി വന്ന് നമ്മൾ ഗ്രേവി റെഡിയാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഉപ്പ് ചേർക്കാമെന്ന് പറയുന്നത്. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് എണ്ണയിലേക്ക് മിക്സ് ആയിട്ട് നമ്മളിതിപ്പോൾ സോട്ട് ചെയ്യുമ്പോൾ സവാളയിലേക്കൊക്കെ കറക്റ്റായിട്ട് ആ മീനിൻ്റെ ടേസ്റ്റ് പിടിച്ചു വരും. ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേറെ എണ്ണ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കുക, ഉപ്പും എരിവൊക്കെ എങ്ങനെയാണെന്ന്. അതനുസരിച്ചാണ് നമ്മൾ പൊടികളുടെ അളവ് തീരുമാനിക്കുന്നത്. മുളക് പൊടിയും പെപ്പർ പൗഡറും എല്ലാം നമ്മൾ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം കഴിച്ചു നോക്കിയതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഗ്രേവിയിലേക്ക്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ പൊടികൾക്ക് വീണ്ടും ആ ഒരു പച്ച ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ തിളച്ച വെള്ളം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കുക്ക് ചെയ്ത് കഴിഞ്ഞു. മല്ലിപ്പൊടിയുടെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 3 പിഞ്ച് മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം മല്ലിപ്പൊടി ചേർത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പൊടികളും ചേർക്കുമ്പോൾ വീണ്ടും വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി കറക്റ്റായിട്ട് കുക്കായി വരും. അപ്പോൾ മഞ്ഞൾപ്പൊടി കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ പൊടികൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല, കറക്റ്റായിട്ട് എണ്ണയുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. നമ്മൾ പെപ്പർ പൗഡർ മീനിൽ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവുണ്ടാവില്ല, ആ കളർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഒരു തക്കാളിയാണ്. പുളി അധികം ആവശ്യമാണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു തക്കാളി ചേർക്കുന്നതല്ലാതെ വീണ്ടും ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യമേ മീനിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ആ മീനിന് ചെറിയ പുളി ഉണ്ട്. ഈ തക്കാളി നന്നായിട്ട് കുക്കായി ഉടഞ്ഞു വരണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് കുക്ക് ചെയ്താലും തക്കാളി ഉടഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ടൈം എടുക്കും. ചെറിയൊരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ തക്കാളി കുക്കായി ഉടഞ്ഞു കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം തക്കാളി മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേഗം തന്നെ തക്കാളി ഉടഞ്ഞു കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ തക്കാളിക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. അതാണ് ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നു. നമ്മൾ ഇതുപോലെ വെള്ളം ചേർക്കാതെ തക്കാളി അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്താലേ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുള്ളൂ. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് കൊണ്ട് ഉടഞ്ഞു വന്നു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ സവാളയിൽ ഉപ്പ് ചേർത്തില്ല, ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കുക. അതുപോലെ ഇത് വല്ലാതെ ഗ്രേവി ഉള്ള റെസിപ്പി അല്ല കേട്ടോ, ഒന്ന് മീനിലേക്ക് നന്നായിട്ട് പുരണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ മീൻ ഉലർത്തിയത് എന്ന് പറഞ്ഞത്. ആ ഒരു മെഴുക്കുരുട്ടിയൊക്കെ പോലെയുള്ള ടൈപ്പ് നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന റെസിപ്പിയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഈ മസാല ഒന്ന് മിക്സ് ആയി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്തത്, അത് നമ്മൾ മറന്നു പോരുത്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇത്ര ഗ്രേവി മതി. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മുളക് പൊടിയൊന്നും ചേർക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. അതിനുശേഷം അടച്ചു വയ്ക്കാം. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മീൻ ഉലർത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെസിപ്പിയൊക്കെ ഇതുപോലെയല്ല, എല്ലാം എണ്ണയും മസാലയും എല്ലാം നന്നായിട്ട് പൊതിഞ്ഞില്ലിരിക്കാറ് നമ്മുടെ വെജിറ്റബിൾസിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ മീൻ ഉലർത്തിയതെന്ന് പേര് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ കൂടെ ചേർത്തിട്ട് കഴിക്കാം. ചോറിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.